ആഫ്രിക്ക ബുറുണ്ടിയിലെ ടൂട്സി നദിക്കരയിലെത്തിയതായിരുന്നു ആ അച്ഛനും അമ്മയും മകനും. ദാരിദ്ര്യം മുടിയഴിച്ചിട്ടാടിയ അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പരിതസ്ഥിതിയിൽ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി മത്സ്യബന്ധനത്തിനെത്തിയവർ. ടൂട്സി നദിയെക്കുറിച്ചുള്ള പല കഥകളും അന്ന് പേടിപ്പെടുത്തുന്നവയായിരുന്നു. നിറയെ മുതലകളുള്ള നദി. മത്സ്യബന്ധനത്തിന് വന്ന പലരെയും മുതലകൾ പിടികൂടിയിട്ടുമുണ്ട്. പക്ഷേ ഈ പേടിപ്പെടുത്തുന്ന കഥകൾ കേട്ട് വെറുതെ ഇരുന്നാൽ വീട്ടിലെ അടുപ്പ് പുകയില്ലല്ലോ, വയറ്റിലെ തീയും കിടുകയില്ല. അതുകൊണ്ടാണ് ജീവൻ പണയം വെച്ച് ആ കുടുംബം മത്സ്യബന്ധനത്തിനെത്തിയത്. എന്തോ അന്ന് ഭാഗ്യം അവരെ അധികമായി തുണച്ചിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർക്ക് നിറയെ മീൻ കിട്ടി. സന്തോഷത്തോടെ അവർ ജോലി അവസാനിപ്പിച്ചു. ഇനി മടക്കയാത്ര. അപ്പോഴാണ് മകൻ, അവൻ ഒരു കൊച്ചു കുട്ടിയാണ്, കാലിൽ പറ്റിയ ചെളി കഴുകിക്കളയാനായി നദിയിലേക്ക് ഇറങ്ങിയത്. ആ സമയം തീരത്ത് വിശ്രമിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന മകനെ അവർ കാണുന്നുമുണ്ടായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഭീമാകാരനായ ഒരു മുതല വെള്ളത്തിൽ നിന്ന് പൊന്തി വന്നു. ടുട്സി നദിയിൽ പലതരം മുതലകൾ ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു മുതലയെ അവർ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഒരു ഭീകര സ്വത്വത്തെ പോലെയാണ് അവർക്കതിനെ അനുഭവപ്പെട്ടത്. കൈയും കാലും കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്ന ആ കുട്ടിയെ ആ ഭീകരരൂപം വിഴുങ്ങി. നൊടിയുടെ മുതല വെള്ളത്തിലേക്ക് മുങ്ങി മറഞ്ഞു. രക്തം തണുത്തുറഞ്ഞ നിമിഷങ്ങൾ. കൺമുമ്പിൽ വെച്ച് മകനെ നഷ്ടമായ മാതാപിതാക്കൾ. എന്തൊരു ദുർവിധി! അതിന്റെ ആഘാതത്തിൽ അമ്മ അപ്പോൾ തന്നെ ബോധരഹിതയായി. പക്ഷേ അച്ഛൻ എവിടെ നിന്നോ സംഭരിച്ചെടുത്ത ധൈര്യത്താൽ നദിയിലേക്ക് എടുത്തു ചാടി. കൺമുമ്പിൽ മകൻ നഷ്ടപ്പെടുമ്പോൾ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാതെ എങ്ങനെയാണ് ഒരു അച്ഛന് നിൽക്കുവാൻ കഴിയുന്നത്? അയാൾ നിലവിളിച്ചുകൊണ്ട് മുതലയുടെ പിന്നാലെ പാഞ്ഞു. ഏതു വിധേനയും മകനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അപ്പോഴേക്കും നദിയുടെ തീരത്ത് നിന്ന് ആരൊക്കെയോ അവിടേക്ക് ഓടിയെത്തിയിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. എങ്കിലും നദിയിലേക്ക് പായുന്ന അയാളോട് തീരത്ത് നിന്ന് അവർ ഉറക്കെ നിലവിളിച്ചു പറയുന്നുണ്ടായിരുന്നു, പോകരുത്, പോകരുത്, അപകടമാണ്. പക്ഷേ അതൊന്നും അയാൾ കേട്ടില്ല. പിന്നെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. നദീതീരത്ത് നിന്ന് നദിയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്ന അവർ ആ കാഴ്ച കണ്ടു. നദിയുടെ അടിത്തട്ടിൽ നിന്ന് ഒരു ഭീമൻ മുതല ദാ മുകളിലേക്ക് വരുന്നു. മകനെ മുതലയുടെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ച അച്ഛനെയും മുതല വിഴുങ്ങി. പിന്നെ അയാളെയും കൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് മുതല അപ്രത്യക്ഷമാണ്. ഷെക്കേന ന്യൂസിന്റെ ലോകം നടുങ്ങിയ നിമിഷങ്ങളിൽ ഇന്ന് പറയുവാൻ പോകുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കഥയല്ല, ഏതെങ്കിലും ചരിത്ര സംഭവത്തെക്കുറിച്ചുമല്ല. നരഭോജിയായ ഒരു മുതലയെക്കുറിച്ചാണ്. ഗുസ്താവ് എന്ന മുതലയെക്കുറിച്ച്. ഇരുന്നൂറ് മുതൽ 300 വരെ മനുഷ്യരെ കൊന്നൊടുക്കിയതെന്ന് പേര് കൽപ്പിച്ച ആഫ്രിക്കയിലെ ഗുസ്താവ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ മുതലയുടെ കഥ. ഗുസ്താവിലേക്ക് കടക്കുന്നതിന് മുൻപ് മുതലകളെ കുറിച്ചുള്ള ചില പൊതു കാര്യങ്ങൾ പങ്കുവയ്ക്കാം. വെള്ളത്തിലോ വെള്ളത്തിന് സമീപത്തോ ജീവിക്കുന്ന ഉരകവർഗത്തിൽപ്പെട്ട ശീതരക്തമുള്ള ജീവിയാണ് മുതല. സാധാരണയായി ഏറ്റവും വലിയ മുതലകൾക്ക് 5 മീറ്ററോളം നീളമാണ് ഉള്ളത്. മാളത്തിൽ മുട്ടയിടുന്നതാണ് അവയുടെ പൊതുരീതി. 25 മുതൽ 90 വരെ മുട്ടകൾ ഇവ ഇടാറുണ്ട്. ലോകത്ത് ഏറ്റവും ശക്തിയായി കടിക്കുന്ന ജീവികളാണ് മുതലകൾ. ഒരു മുതലയുടെ വായിൽ 60 മുതൽ 110 വരെ പല്ലുകൾ ഉണ്ടായിരിക്കും. 50 തവണയെങ്കിലും ഇവയുടെ പല്ലുകൾ കൊഴിയാറുണ്ട്. പല്ലുകൾ ഉണ്ടെങ്കിലും ഇവ ഭക്ഷണം ചവയ്ക്കാറില്ല, വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുതലകളെ സംബന്ധിച്ച രസകരമായ മറ്റൊരു കാര്യം അവറ്റകളുടെ താടിയെല്ലിന് കാണുന്നത്ര ശക്തിയില്ല എന്നതാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യന് കൈകൊണ്ട് മുതലയുടെ വായ് അടച്ചു പിടിക്കുവാൻ കഴിയുന്നതേയുള്ളൂ. ഇനി നമുക്ക് ഗുസ്താവിലേക്ക് കടക്കാം. വളരെയധികം ഭാവനകളും വർണ്ണനകളും അതിശയോക്തികളും കലർന്നതാണ് ഗുസ്താവിനെ കുറിച്ച് ലഭിച്ചിരിക്കുന്ന വിവരണങ്ങൾ. പലരും പല രീതിയിലാണ് ഈ വിവരണങ്ങൾ നൽകിയിരിക്കുന്നത്. ചിലരുടെ അഭിപ്രായത്തിൽ ഗുസ്താവിന്റെ നിറം ചുവപ്പാണ്, മറ്റു ചിലർക്കത് മഞ്ഞയാണ്. വലുപ്പത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയുന്ന ഗുസ്താവ് രൂപം വ്യത്യസ്തമാണെന്ന് ചുരുക്കം. ആഫ്രിക്കയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മുതലയാണ് ഗുസ്താവ്. 18 മുതൽ 20 അടി വരെ നീളമുള്ള മുതല. അതായത് സാധാരണഗതിയിലുള്ള മുതലകളെക്കാളും നീള കൂടുതലുണ്ട് ഗുസ്താവിന്. അതുപോലെ 1000ഓളം കിലോ ഭാരവുമുണ്ട്. ഒരു വർഷം തന്നെ ഗുസ്താവ് 17 പേരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നതാണ് കണക്കുകൾ. കൊന്നവരുടെ ആകെ എണ്ണമാകട്ടെ 200നും 300നും ഇടയിൽ വരികയും ചെയ്യും. ഗുസ്താവ് എന്ന ഭീഷണിയെക്കുറിച്ച് തുടക്കത്തിൽ ബുറുണ്ടി അധികം ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ലോകത്തിലെ തന്നെ ഏറ്റവും ദാരിദ്ര്യമുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ബുറുണ്ടി. സ്ഥിരമായ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന രാജ്യം.
കുഡു ടുട്ടസി വിഭാഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷമായ രക്തച്ചൊരിച്ചിൽ നടന്നിരുന്ന സമയം. തന്മൂലം അക്കാലത്ത് ബുറുണ്ടി രാഷ്ട്രീയവും ഭരണപരവുമായ ചില രൂക്ഷ അവസ്ഥകളിലൂടെ കടന്നു പോവുകയുമായിരുന്നു. മുതലയേക്കാൾ പ്രധാനമെന്ന് കരുതുന്ന മറ്റു ചില പ്രശ്നങ്ങൾ അന്ന് അവർക്ക് പരിഹരിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുസ്താവിന്റെ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെട്ടു. ടുട്സി നദിക്കും ടാൻഗനിക്ക തടാകത്തിനും ഇടയിലുള്ള പരന്ന മണൽ പ്രദേശങ്ങൾ ബുറുണ്ടിയിൽ മുതലകളുടെ ആവാസ കേന്ദ്രങ്ങളായിരുന്നു. നൂറുകണക്കിന് മുതലകൾ ഇവിടെ ജീവിച്ചിരുന്നു. അവയിൽ വച്ച് ഏറ്റവും ഭീമാകാരനും അപകടകാരിയുമായിരുന്നു ഗുസ്താവ്. ഗുസ്താവിനെ സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടതോടെ അതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ മനസ്സിലാക്കുവാനായി പലരും ഇറങ്ങിത്തിരിക്കുകയുണ്ടായി. അതിലൊരാളായിരുന്നു പാട്രിക് ഫേ എന്ന ഇഴജന്തു വിദഗ്ധൻ. ബുറുണ്ടിയിൽ താമസിക്കുന്ന ഫ്രഞ്ചുകാരൻ. ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നത് അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എന്നതായിരുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു മൃഗസ്നേഹിയുമായിരുന്നു. മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളെയും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെയും രക്ഷിക്കുവാൻ അദ്ദേഹം ഒന്നുപോലെ ശ്രമിച്ചിരുന്നു. അക്കാലത്ത് മുതലവേട്ട നടത്തി ജീവിക്കുന്നവരും ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുതലകൾക്ക് വംശനാശം സംഭവിക്കാതെ അവരെ പരിരക്ഷിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഗുസ്താവിനെ കുറിച്ചുള്ള നിറം പിടിച്ച കഥകൾ പ്രചരിച്ചിരുന്ന കാലത്ത് പോലും ടുട്സി നദിയിലും തടാകത്തിലും കൊല്ലപ്പെട്ട എല്ലാ മനുഷ്യരുടെയും ജീവൻ എടുത്തത് ഒരൊറ്റ മുതലയാണെന്ന് അദ്ദേഹം തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ തുടർച്ചയായ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം അദ്ദേഹം ആ സത്യം സ്ഥിരീകരിച്ചു. അതെ, പറഞ്ഞു കേട്ടവയെല്ലാം ശരിയാണ്. ഒരു മുതല തന്നെയാണ് എല്ലാ മനുഷ്യരെയും കൊന്നൊടുക്കിയിരിക്കുന്നത്. മറ്റ് മുതലകളിൽ നിന്ന് ഭീകര സ്വത്വത്തെ വേർതിരിച്ചറിയുന്നതിനായി അദ്ദേഹം അതിന് ഒരു പേര് നൽകി, ഗുസ്താവ്. അങ്ങനെയാണ് ബുറുണ്ടിയിലെ ഭീമാകാരനായ മുതല ഗുസ്താവ് എന്ന പേരിൽ അറിയപ്പെടുവാൻ ആരംഭിച്ചത്. ഗുസ്താവ് 300ഓളം പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണല്ലോ കണക്ക്. എന്നാൽ അപൂർവം ചിലർ അത്ഭുതകരമായി ഈ മുതലയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഗുരുതരമായ പരിക്കുകൾ അവർക്ക് ഏറ്റിട്ടുമുണ്ട്. അവയവ നഷ്ടം മുതൽ മനോവൈകല്യം വരെ. ഇങ്ങനെ രക്ഷപ്പെടുന്നവരുടെ വിവരണങ്ങളിൽ നിന്നാണ് പാട്രിക്കിന് ഗുസ്താവിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. അതോടെ പ്രദേശവാസികളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന ഗുസ്താവിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. അന്നാന്നത്തെ വകയ്ക്കു വേണ്ടി നദിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരായിരുന്നു കൊല്ലപ്പെടുന്നവരിൽ എല്ലാവരും. ഇത്രയും കാലത്തിനിടയിൽ പലതരം മുതലകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നിസാരക്കാരനല്ലെന്നും കഥകളെല്ലാം വാസ്തവം തന്നെയാണെന്നും ഗുസ്താവിന്റെ ചിത്രം ക്യാമറയിൽ പകർത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. ഗുസ്താവിനെ കുറിച്ച് സംസാരിക്കുവാനായി അദ്ദേഹം ഭരണാധികാരികളെ ഒരു ദിവസം ചെന്നു കണ്ടു. ഗുസ്താവ് എത്രത്തോളം അപകടകാരിയാണെന്ന് അദ്ദേഹം അവർക്ക് ബോധ്യപ്പെടുത്തി. സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ഭരണകൂടം അതിന്റെ ഒടുവിൽ ഗുസ്താവിനെ പിടികൂടുവാൻ പാട്രിക്കിന് അനുവാദം നൽകി. പക്ഷേ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. ഈ അനുവാദത്തിന്റെ പേരിൽ അനധികൃതമായി മുതലവേട്ട നടത്തുവാൻ പാടില്ല. മാത്രവുമല്ല 2 മാസത്തിനുള്ളിൽ ഗുസ്താവിനെ പിടികൂടുകയും വേണം. രണ്ടും പാട്രിക് സമ്മതിച്ചു. വേറെ വഴിയില്ലല്ലോ. 60 ദിവസങ്ങൾ. ഈ ദിവസത്തിനിടയിൽ പരമാവധി ശ്രമിച്ചാൽ ഗുസ്താവിനെ പിടികൂടുവാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഗുസ്താവിനെ വലയിൽ കൊടുക്കുവാനുള്ള തന്ത്രങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു തുടങ്ങി. 1000-ലധികം ഭാരമുള്ള ഒരു മുതലയെ എങ്ങനെ കെണിയിൽപ്പെടുത്താം? കെണിയിൽ വീണാൽ രക്ഷപ്പെടുവാനുള്ള അതിന്റെ ശ്രമങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാനാവും? ഇവയെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പഠനങ്ങൾ. ഒരു കൂടുണ്ടാക്കി ഗുസ്താവിനെ പിടിക്കുവാനാണ് പാട്രിക് പദ്ധതികൾ ആവിഷ്കരിച്ചത്. കെണിയിൽ പെട്ടുപോയാൽ പരാക്രമത്തിനിടയിൽ അത് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ അത്രയധികം ശക്തിയുള്ള ബലവത്തായ ഒരു കൂടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. പ്രദേശവാസികളുടെ സഹായ സഹകരണവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായ മാർക്കിന്റെ കാര്യം പ്രത്യേകം പറയണം. നയൽ മുതലകളുടെ ഒരു ഫാം നടത്തുന്ന വ്യക്തി കൂടിയായിരുന്നു മാർക്ക്. 400 കിലോയായിരുന്നു നയൽ മുതലകളുടെ ഏറ്റവും കൂടിയ തൂക്കം. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ഇരട്ടിയിലധികം ഭാരമുള്ള ഗുസ്താവിന്റെ കാര്യം കേട്ടപ്പോൾ ഈ ഓപ്പറേഷനിൽ മാർക്ക് ആകൃഷ്ടനായി. ഇവർക്ക് പുറമെ മറ്റൊരാൾ കൂടെ ആ സംഘത്തിലേക്ക് കടന്നു വന്നു, ഡോക്ടർ ആലിസൺ ലെസ്ലി. മുതലകളെ പിടികൂടുന്നതിൽ വിദഗ്ധ. 400-ലധികം മുതലകളെ പിടികൂടിയ റെക്കോർഡും അവർക്കുണ്ടായിരുന്നു. 9 മീറ്ററോളം വരുന്ന ഒരു കൂടാണ് കെണിയായി പാട്രിക് ഒരുക്കിയിരുന്നത്. അത്രയും വലിയ കെണിയൊരുക്കിയ പാട്രിക്കിനെ സുഹൃത്തുക്കൾ അഭിനന്ദിച്ചു. തങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ് ഗുസ്താവിന്റെ വലിപ്പമെങ്കിൽ അതിനെയും നേരിടുവാൻ തക്ക വലിപ്പമുണ്ടായിരുന്നു ഈ കൂടിന്. കെണിയും മറ്റു ക്രമീകരണങ്ങളുമെല്ലാം പൂർത്തിയായി. ഇനി ഗുസ്താവിനെ കണ്ടെത്തിയാൽ മതി. പക്ഷേ ഈ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗുസ്താവിനെ ഒരിക്കൽ പോലും എവിടെയെങ്കിലും വെച്ച് കണ്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഗുസ്താവ് എവിടെ? അതായിരുന്നു 3 പേർക്കും അറിയേണ്ടിയിരുന്നത്. ഗുസ്താവിനെ കണ്ടെത്തുവാൻ സാധ്യതയുണ്ടെന്ന് അനുമാനിക്കുന്ന പല സ്ഥലങ്ങളിലേക്കും ചെറിയ വള്ളങ്ങളിൽ അവർ പുറപ്പെട്ടു. 3 പേരും 3 ഇടങ്ങളിലേക്കും പോയിട്ടുണ്ട്. പക്ഷേ ആർക്കും ഗുസ്താവിനെ കണ്ടെത്താനായില്ല.
ഒടുവിൽ ഹോട്ട് എയർ ബലൂൺ വഴിയും അന്വേഷണം നടന്നു. അതും വിജയിച്ചില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗുസ്താവിനെ കണ്ടെത്താനായില്ല. ഇത് പാട്രിക്കിനെയും സംഘത്തെയും നിരാശനാക്കാതിരുന്നുമില്ല. കാരണം ആകെ 60 ദിവസങ്ങൾ മാത്രമാണല്ലോ അവർക്ക് അനുവദിച്ചു കൊടുത്തിരുന്നത്. അതിൽ തന്നെ ദിവസങ്ങൾ പലത് കടന്നുപോയിരിക്കുന്നു. ശേഷിക്കുന്ന ദിവസങ്ങളിൽ ഗുസ്താവിനെ കണ്ടെത്താനെങ്കിലും കഴിഞ്ഞില്ല എങ്കിൽ ഇത്രയും നാളത്തെ അലച്ചിലും കഷ്ടപ്പാടും വെറുതെയാകും. ദിവസങ്ങൾ വീണ്ടും കടന്നു പോയിക്കൊണ്ടിരുന്നു. അന്നത്തെ അന്വേഷണം അവസാനിപ്പിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങുന്ന വഴിക്കാണ് ഡോക്ടർ ആലിസൺ വളരെ യാദൃശ്ചികമായി തന്റെ ബൈനോക്കുലറിലൂടെ ഗുസ്താവിനെ കണ്ടത്. ആ ദൃശ്യം തന്നെ അവരെ ഞെട്ടിച്ചു. താൻ വിചാരിച്ചതിലും കണക്ക് കൂട്ടിയതിലും അധികം വലിപ്പമുള്ള ഭീമാകാരനാണ് ഗുസ്താവ് എന്ന് ആ നേർക്കാഴ്ച അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. മറ്റ് ജീവജാലങ്ങൾ പോലും ഗുസ്താവിനെ ഭയപ്പെടുന്നു എന്ന് പിന്നീടുള്ള പല ദൃശ്യങ്ങളും ഡോക്ടർ ആഷ്ലിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഗുസ്താവിനെ കാണുമ്പോൾ അതിനേക്കാൾ വലിപ്പം കുറഞ്ഞ മുതലകൾ ബഹുമാനപൂർവ്വം തല ഉയർത്തിപ്പിടിക്കുന്നതും ഹിപ്പോപ്പൊട്ടാമസുകൾ ഗുസ്താവിനെ കാണുമ്പോൾ അകന്നു പോകുന്നതുമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുവാൻ ഡോക്ടറെ പ്രേരിപ്പിച്ചത്. 100 ടൺ ഭാരമുണ്ടായിരുന്നു കെണിക്ക്. അതാവട്ടെ പ്രദേശവാസികൾ 4 കിലോമീറ്ററോളം ചുമന്നാണ് എത്തിച്ചത്. ക്രെയിൻ ഉപയോഗിച്ച് മാത്രം നീക്കാവുന്ന കെണിയാണ് ഈ പാവങ്ങൾ ചുമന്നത് എന്നതും അവിശ്വസനീയം. ഏതെങ്കിലും വിധത്തിൽ ഗുസ്താവിൽ നിന്ന് തങ്ങൾ രക്ഷപ്പെടണം എന്ന ആഗ്രഹം മാത്രമാവാം അവരെ അത്രയും വലിയ സാഹസത്തിന് പ്രേരിപ്പിച്ചത്. തടാകത്തിലേക്ക് എത്തിച്ചേരുന്ന ടുട്സി നദിയുടെ 1 കിലോമീറ്റർ ഉള്ളിലാണ് കെണി സ്ഥാപിക്കുവാൻ തീരുമാനിച്ചത്. മുതലകൾക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് എരുമരക്തം. അതുകൊണ്ട് ഗുസ്താവിനെ ആകർഷിക്കുവാനായി കെണിയിൽ എരുമരക്തം ഒഴിക്കുകയാണ് അവർ ആദ്യം ചെയ്തത്. മാത്രവുമല്ല, എരുമയുടെ തലയും കെണിയുടെ വാതിൽക്കൽ പ്രതിഷ്ഠിച്ചു. 4 കിലോമീറ്ററോളം അകലെ നിന്ന് തന്നെ എരുമരക്തത്തിന്റെ മണം പിടിച്ചു വരുവാൻ കഴിവുള്ള ഗുസ്താവിനെ ആകർഷിക്കുവാനുള്ള മറ്റൊരു വിദ്യയായിരുന്നു ഇത്. ഗുസ്താവ് എരുമത്തലയിൽ പിടിമുറക്കുമ്പോൾ വാതിൽ അടയുകയും കെണിയിൽ അകപ്പെടുകയും ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഒരുക്കിയിരുന്നത്. കെണിയിൽ അകപ്പെട്ട് കഴിയുന്നതോടെ ഗുസ്താവിനെ മയക്കി കിടത്തുവാനുള്ള മരുന്നും സിറിഞ്ചുമായി ഡോക്ടർ ആലിസൺ റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ആയിട്ടും കെണി സ്ഥാപിച്ച ദിവസം യാതൊന്നും സംഭവിച്ചില്ല. അടുത്ത ദിവസവും അങ്ങനെ തന്നെ കടന്നുപോയി. അതിനിടയിൽ ഒരു കാട്ടുപോത്തിനെ ഗുസ്താവ് പിടികൂടിയതിന്റെ തെളിവുകളും അവർക്ക് ലഭിക്കുകയുണ്ടായി. എന്നിട്ടും ഗുസ്താവ് എവിടെയോ മറഞ്ഞു നിൽക്കുന്നു. ഒരുപക്ഷെ തന്നെ പിടികൂടാനുള്ള സകല സന്നാഹങ്ങളുമായി ഒരു സംഘം നിലനിൽക്കുന്നുണ്ടെന്ന അറിവ് കിട്ടിയിട്ടുണ്ടാവുമോ അതിന്? ഗുസ്താവിനെ വീഴിക്കാൻ കെണിയൊരുക്കി കാത്തിരിക്കുമ്പോഴും ഗുസ്താവ് തന്റെ ക്രൂരതകൾ പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. മൃഗങ്ങളും മനുഷ്യരും ഗുസ്താവിന്റെ ഇരകളായിക്കൊണ്ടിരുന്നു. മാത്രവുമല്ല, കെണിയുടെ ഏതാനും ദൂരെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് പാട്രീസിനെയും സംഘത്തെയും പരിഹസിക്കുമാറ് ഗുസ്താവ് നദിക്കരയിൽ കിടക്കുന്നുമുണ്ടായിരുന്നു. എന്തെല്ലാം ശ്രമിച്ചിട്ടും ഗുസ്താവ് വിളിപ്പാടകലെ നിൽക്കുന്നു. എന്താവാം അതിന്റെ കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് കണ്ടെത്താനായില്ല. ഗുസ്താവ് എന്നല്ല, മറ്റ് മുതലകളും കെണിയിൽപ്പെട്ടില്ല എന്നതാണ് അതിശയകരം. ജീവനറ്റ മൃതദേഹങ്ങളെ വെച്ച് ഗുസ്താവിനെ ആകർഷിക്കുവാനുള്ള വഴികൾ അടഞ്ഞപ്പോൾ ജീവനുള്ളവയെ തന്നെ പരീക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചു. കോഴി മുതൽ ആടുവരെയുള്ള വിവിധ ജീവികളെ ഉപയോഗിച്ച് ഗുസ്താവിനെ ആകർഷിച്ച് വലയിൽ വീഴിക്കാനായിരുന്നു അവർ ഇത്തവണ ശ്രമിച്ചിരുന്നത്. പക്ഷേ അപ്പോഴും ഗുസ്താവ് കൂട്ടിൽ വീണില്ല. എന്നാൽ കൂടിനുള്ളിൽ വെച്ച ക്യാമറയിൽ ഒരു ദിവസം ആടിനെ നോക്കി കടന്നു പോകുന്ന ഗുസ്താവ് പതിഞ്ഞിട്ടുമുണ്ട്. ഇതിനിടയിൽ പ്രത്യേകം പറയേണ്ടതായ ഒരു സംഭവവും അരങ്ങേറി. ഒരു ദിവസം നേരം പുലർന്നു നോക്കിയപ്പോൾ അവർ കണ്ടത് ഗുസ്താവിനെ പിടികൂടാനായി സ്ഥാപിച്ചിരുന്ന കൂട് നദിയിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്നതായിട്ടാണ്. അവർ നോക്കുമ്പോൾ അതിനുള്ളിൽ ആട് ഉണ്ടായിരുന്നുമില്ല. ഗുസ്താവ് അകത്ത് കയറിയോ എന്നറിയുവാൻ ക്യാമറ പരിശോധിച്ചെങ്കിലും ക്യാമറയും തകർന്നു പോയിരുന്നതിനാൽ അതും കണ്ടെത്താനായില്ല. അതുകൊണ്ട് കൂട് എങ്ങനെ നദിയിലേക്ക് വീണു, ആട് എങ്ങനെ രക്ഷപ്പെട്ടു എന്നീ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു നിരാശയും സങ്കടവും ആ സംഘത്തെ ബാധിച്ചു. എത്ര നാളത്തെ അധ്വാനം, എത്ര ആളുകളുടെ കഷ്ടപ്പാട്, എല്ലാം വെറുതെയായല്ലോ. അപ്പോഴേക്കും സർക്കാർ അനുവദിച്ച അവസാന തീയതിയും എത്തിയിരുന്നു. ഒരിക്കൽ കൂടി അവസരം ചോദിക്കുവാൻ അവർക്ക് സാധിച്ചുമില്ല. അങ്ങനെ ഏറെ പ്രതീക്ഷയോടെ ആരംഭിച്ചിട്ട് ഒടുവിൽ ഒരിടത്തുമെത്താതെ ഗുസ്താവിനെ പിടികൂടുവാനുള്ള അന്വേഷണം അവസാനിച്ചു. മനുഷ്യരെ ആക്രമിക്കുവാൻ ഗുസ്താവിന്റെ അനാരോഗ്യവും ഒരു കാരണമായിട്ടുണ്ടാവാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം മുതലകൾക്ക് അനായാസം പിടികൂടുവാൻ കഴിയുന്ന ഇരയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യർ കൊല്ലപ്പെട്ടത്. എന്നാൽ മുതലകൾ നരഭോജികളായി തീരുവാൻ മറ്റു ചില സാഹചര്യങ്ങളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു നിരീക്ഷണം. ബുറുണ്ടിയിലുണ്ടായ വംശീയ കലാപവും അതിനെ തുടർന്നുണ്ടായ മരണങ്ങളും ഇതിന് കാരണമായിട്ടുണ്ട്. ദിവസവും നടക്കുന്ന ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ മൃതദേഹങ്ങൾ ടുട്സി നദിയിൽ ഒഴുക്കിവിടുകയായിരുന്നു ചെയ്തിരുന്നത്. നദിയിലാവട്ടെ അസംഖ്യം മുതലകളും ഉണ്ടായിരുന്നു.
വർഷങ്ങളായി മനുഷ്യമാംസം ഭക്ഷിച്ച് അതിന്റെ രുചി ഇഷ്ടപ്പെട്ട മുതലകൾ അത് കിട്ടാതെ വന്നപ്പോൾ ജീവനുള്ള മനുഷ്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ ഭക്ഷിക്കുന്നതിലേക്ക് തിരിഞ്ഞു എന്നാണ് ഇക്കൂട്ടരുടെ നിഗമനം. ഗുസ്താവിനെ പോലെ അപകടകാരിയായ മറ്റൊരു മുതലയുമുണ്ട്, ഫിലിപ്പീൻസിലെ ലൊലോങ് എന്ന മുതല. ഏറെ വർഷങ്ങളോളം ഫിലിപ്പീൻസിലെ നദീയാത്രക്കാരുടെ പേടി സ്വപ്നമായിരുന്നു ലൊലോങ്. എന്നാൽ ലൊലോങ്ങിനെ പിടികൂടിയതിലൂടെ ആ പേടി 2011 തുടച്ചു നീക്കപ്പെട്ടു. രണ്ടുപേരുടെ ജീവൻ എടുത്തതാണ് ലൊലോങ്ങിനെ വേട്ടയാടുവാൻ ഫിലിപ്പീൻസ് ഭരണാധികാരികളെ പ്രേരിപ്പിച്ചത്. 100 പേരടങ്ങുന്ന സംഘത്തിന്റെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ലൊലോങ് പിടിയിലായത്. 1000 കിലോയിലേറെ ഭാരമുണ്ടായിരുന്നു ഈ ഭീകരന്. എന്നാൽ വിശദമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ജീവനഷ്ടത്തിന് ലൊലോങ് ഉത്തരവാദിയല്ല എന്നതായിരുന്നു. കാരണം ലൊലോങ്ങിനെ പിടികൂടിയതിനു ശേഷവും സമാന രീതിയിൽ തന്നെ പലരും അപ്രത്യക്ഷരാവുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഒട്ടോൾ എന്നു പേരുള്ള മറ്റൊരു മുതലയായിരുന്നു യഥാർത്ഥ വില്ലൻ. ലൊലോങ് നരഭോജിയല്ലെന്ന് തെളിയിക്കപ്പെട്ടുവെങ്കിലും അതിനെ തിരികെ നദിയിലേക്ക് പറഞ്ഞയക്കുവാൻ ഫിലിപ്പീൻസുകാർ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ മുതലയെ തടവിൽ പാർപ്പിക്കേണ്ടി വന്നു. 2011 പിടികൂടപ്പെട്ട ലൊലോങ് 2013 തടവിൽ കഴിയവേ ചത്തുപോയി. ശരാശരി ഒരു ആഫ്രിക്കൻ മുതലയുടെ ആയുസ് 45 വർഷമാണ്. പക്ഷേ ഗുസ്താവിന് 2004 തന്നെ 60 വയസ്സിന് മുകളിലായിരുന്നു പ്രായം. 2015 2017 ഗുസ്താവിനെ കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് സ്ഥിരീകരണങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഗുസ്താവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല. 2004 60 വയസ്സുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഗുസ്താവ് ജീവിച്ചിരിക്കുവാൻ സ്വാഭാവികമായി ഇടയില്ല. എന്നാൽ ഗുസ്താവ് കൊല്ലപ്പെടുകയോ ചാവുകയോ ചെയ്തതായി ഔദ്യോഗിക സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ഗുസ്താവിനെ കുറിച്ചുള്ള ഭീതി ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. വെള്ളത്തിന് അടിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പൊന്തി വന്ന ഗുസ്താവ് ഒരു ആക്രമണം നടത്തിയേക്കാമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. പുരാതന കാലം മുതൽ ഭാവനകളിലൂടെയും വാമൊഴി പാരമ്പര്യത്തിലൂടെയും നാം പലതരം ജീവജാലങ്ങളെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിലെ തീ തുപ്പുന്ന ഡ്രാഗണും ഒറ്റക്കണ്ണുള്ള സൈക്ലോൺ എന്ന ഭീകര മനുഷ്യനും ക്രാക്കൺ നീരാളിയും ആനയെ പോലും റാഞ്ചാൻ കഴിവുള്ള അറേബ്യൻ കഥകളിലെ റാക്ക എന്ന കഴുകനും ഭാരതീയ പാരമ്പര്യത്തിലുള്ള യതിയും ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിലുള്ള അനേകം ജീവികളെ കുറിച്ചുള്ള അവിസ്മരണീയമായ വർണ്ണനകളാണ് നമ്മുടെ സങ്കല്പങ്ങളെയും ഭാവനകളെയും കീഴടക്കിയിരിക്കുന്നത്. അത്തരമൊരു പട്ടികയിലേക്കാണ് ഇപ്പോൾ ഗുസ്താവും ഇടം പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പരാമർശിച്ച ജീവികളെല്ലാം മിത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഗുസ്താവ് മിത്തല്ല, യാഥാർത്ഥ്യമാണ്. അതാണ് ഇവറ്റകൾ തമ്മിലുള്ള വ്യത്യാസം. ഗുസ്താവിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം, സ്വാഭാവിക മരണം മുതൽ ആരെങ്കിലും കൊന്നു കളഞ്ഞിരിക്കാം എന്നുവരെയുള്ള നിഗമനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യത്തിന് മാത്രം കൃത്യമായ ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല. പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഗുസ്താവ് പാട്രിക്കിന്റെയും സംഘത്തിന്റെയും കെണിയിൽ അകപ്പെടാതിരുന്നത്? ഗുസ്താവിന്റെ പേര് മറ്റേതെങ്കിലും മുതലയുടെ പേരിനോട് ചേർത്ത് വെച്ച് പുതിയ ഗുസ്താവ് കഥകൾ പ്രത്യക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ കുറവല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഗുസ്താവിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായിരിക്കുന്നത്. യഥാർത്ഥ ഗുസ്താവിന് പകരം മറ്റേതെങ്കിലും മുതലയ്ക്ക് ഗുസ്താവ് എന്ന പേര് നൽകി ഗുസ്താവിന്റെ പേര് ശാശ്വതമാക്കുവാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിരിക്കാം അത്. പേടിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആരായാലും പേടിച്ചു പോകുമല്ലോ. അങ്ങനെയെങ്കിൽ ഗുസ്താവിന് ഒരിക്കലും മരണം ഉണ്ടാവില്ല. ഐതിഹാസികതയോടെ ഭീകരതയോടെ ഗുസ്താവ് എക്കാലവും കഥകളിൽ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ഒരേയൊരു ഗുസ്താവ്.